ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ഉച്ചത്തേക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. ഇക്ക മത്തി കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ അത് പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്കുള്ള മസാല കൂട്ടുകയാണ്. എൻ്റെ മത്തി വറവ് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, വലിയ ജീരകം എല്ലാം കൂടി ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും എല്ലാം ചേർത്തിട്ടൊരു ഗ്രേവി മസാല, അതും മീനും കൂടി ചേർത്ത് 10 മിനിറ്റ് കുഴച്ച് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് വറുത്തെടുത്താലുണ്ടല്ലോ സൂപ്പറായിരിക്കും. ഇക്കാക്ക് മീനിലെപ്പോഴും മസാല നല്ല പൊടിഞ്ഞിരിക്കണം കേട്ടോ, അതാ ഇഷ്ടം. പിന്നെ തോരൻ ഞാൻ ചായ മനസ്സല വെക്കാൻ വിചാരിച്ചു കേട്ടോ. നമ്മുടെ ചീരകളുടെ രാജാവാണെങ്കിലും ഇത് ആളൊരു അപകടകാരിയാണ്. ഇത് സൈനൈഡിൻ്റെ അംശം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് നല്ല തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഊറ്റിയിട്ടാണ് കേട്ടോ ഇത് ഉപ്പേരി വെക്കുന്നത്. അതുകൂടാതെ ഇത് അടച്ചു വെച്ച് വേവിക്കാനും പാടില്ലേ, എല്ലാം വേവും വേണം കേട്ടോ. അത് കരുതി ഇത് ഉപ്പേരി വെക്കാതിരിക്കൊന്നും വേണ്ട. ഇത് നല്ല പ്രോട്ടീൻ്റെ കലവറയാണ് കേട്ടോ. നമ്മൾ വേരിക്കോസ് വെയിനിനൊക്കെ ഇത് നല്ലതാണ്. കൂടാതെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും കുട്ടികളുടെ വളർച്ചയ്ക്കും എല്ലാം ഈ ചീരയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. ഇതാരും പച്ചക്ക് കഴിക്കാൻ നിൽക്കരുത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കപ്പയ്ക്കൊക്കെ ഉള്ള പോലത്തെ ഒരു കട്ട്, ആ കട്ടാണ് ഇതിൽ പറയുന്ന ഹൈഡ്രജൻ സയനൈഡ് പറയുന്നത്. അതാണ് നമ്മൾ ഒരുപാട് നേരം വേവിച്ചിട്ടും തുറന്നു വെച്ച് വേവിച്ചിട്ട് ഇത് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളിയും എല്ലാം ക്രഷ് ചെയ്തിട്ട് കടുക് വറവിട്ട എണ്ണയിലേക്ക് ഈ മിക്സും ചേർത്തിട്ട് ചീരയും ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഞാനങ്ങനെയാണ് തോരൻ വെക്കാറ്. നിങ്ങൾ ഈ ചായ മനസ്സ് ഇങ്ങനെയാണോ വെക്കാറ്? കമ്പ് കൊത്തി നട്ടാൽ ഇതുണ്ടാവും കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ അതിരുകൾ തിരിക്കാനായിട്ട് വേലിയായിട്ടൊക്കെ ഈ ചീര ഉപയോഗിച്ച് വരുന്നുണ്ട്. എനിക്കെന്തായാലും ഈ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പറയാൻ വിട്ടൊരു കാര്യം, ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ ഈ ചീരക്ക് കഴിയും. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് നല്ല ഫലപ്രദമാണ്. അപ്പോൾ ഉച്ചത്തേക്ക് നല്ല സാമ്പാറും ചീര ഉപ്പേരിയും മീൻ വറുത്തതും അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.